ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 30-ാമത്തെ അധ്യായം അതിലെ 7-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയ സ്കന്ധേ 30-തമോऽധ്യായഃ. കപില ഉവാച തസ്യൈതസ്യ ദിനോ നൂനം നായം വേദോരു വിക്രമം കാല്യമാനോപി ബലിനോ വായോരിവ ഘനാവലി യം യമർത്ഥമുപാദത്തെ ദുഃഖേന സുഖഹേതവേ തം തം ധുനോതി ഭഗവാൻ പുമാൻ ശോചതി യൽകൃതേ യദ്ധ്രുവസ്യ ദേഹസ്യ സാനുബന്ധസ്യ ദുർമതി ധ്രുവാണി മന്യത്തെ മോഹാത് ഗൃഹക്ഷത്രവസൂനി ച ജന്തുർവൈഭവയേതസ്മിൻ യാം യാം യോനിമനുവ്രജേൽ തസ്യാം തസ്യാം സലഭതേ നിർവൃതിം സവിരജ്യത്തെ നരകസ്ഥോപി ദേഹം വൈ ന പുമാം ത്യക്തുമിച്ഛതി നാരക്യാം നിർവൃതൗ സത്യാം ദേവമായാ വിമോഹിതഃ ആത്മജായാ സുതാകാര പശുദ്രവിണബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ സന്ദഹ്യമാനഃ സർവാംഗ യേഷാമുദ്വഹനാധിന കരോത്യവിരതം മൂഢോ ദുരിതാനി ദുരാശയഃ. ഇനി 8-ാമത്തെ ശ്ലോകം. ആക്ഷിപ്താത്മേന്ദ്രിയ 8-9 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാം അസദീനാം ച മായയാ രഹോരിചിതയാലാപൈ ശിശൂനാം കളഭാഷിണാം ഗൃഹേഷു ഗൂഢധർമ്മേഷു ദുഃഖതന്ത്രേഷ്വതന്ത്രിതാ അതന്ത്രിഹത്തഃ കുർവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യതേ ഗൃഹീ. ഒന്നും കൂടി ചൊല്ലാം. ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാം അസദീനാം ച മായയാ രഹോരചിതയാലാപൈ ശിശൂനാം കളഭാഷിണാം ഗൃഹേഷു ഗൂഢധർമ്മേഷു ദുഃഖതന്ത്രേഷ്വതന്ത്രിതഃ കുർവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യതേ ഗൃഹീ. അപ്പോൾ ആ അസദീന, ആ ദുഷ്ടകളായിട്ടുള്ള ആ സ്ത്രീകളുടെ രഹസ്യമായിരിക്കുന്ന ആ മായയിൽ അകപ്പെട്ടിട്ടും അതുപോലെ കൊഞ്ചിപ്പറയുന്ന ആ പിഞ്ചു പൈതങ്ങളുടെ ആ കളഭാഷണങ്ങളിൽ ഒക്കെ വശീകരിക്കപ്പെട്ടിട്ടും ആ ദേഹം, ഇന്ദ്രിയങ്ങൾ ഇവയോടെ ആ ഗൃഹസ്ഥൻ, ആ വീടുകളിലെ ആ ദുഃഖ പര്യവസായികളായിരിക്കുന്ന ആ കുതന്ത്രങ്ങളിൽ അങ്ങനെ മനസ്സിരുത്തിയിട്ട് ആ ദുഃഖങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് തനിക്ക് സുഖം ആണെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അസദീനാം, ദുഷ്ടകളായിരിക്കുന്ന സ്ത്രീണാം, ആ സ്ത്രീകളുടെ രഹോരചിതയ, രഹസ്യമായി ചെയ്യുന്ന മായയാ ച, ആ മായയിൽ അകപ്പെട്ടിട്ട് കളഭാഷിണാം, ആ കൊഞ്ചിപ്പറയുന്ന ശിശൂനാം, പിഞ്ചു പൈതങ്ങളുടെ ആലാപൈഹി, ആ കളഭാഷണത്താലും ആക്ഷിപ്താത്മേന്ദ്രിയ, ആ വശീകരിക്കപ്പെട്ട ദേഹം, ഇന്ദ്രിയങ്ങൾ ഇവയോടെ ഗൃഹീ, ആ ഗൃഹസ്ഥൻ, ഗൃഹേഷു വീടുകളിൽ, ദുഃഖതന്ത്രേഷു ദുഃഖപര്യവസായികളായിരിക്കുന്ന കൂഢധർമ്മേഷു കുതന്ത്രങ്ങളിൽ, അതന്ത്രിത മനസ്സിരുത്തിയിട്ട് ദുഃഖപ്രതീകാരം ദുഃഖങ്ങൾക്ക് പരിഹാരം കുറുവൻ ചെയ്തുകൊണ്ട് സുഖവത് സുഖമാണെന്ന് മന്യതേ വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം. അസദീനാം, ദുഷ്ടകളായിരിക്കുന്ന സ്ത്രീണാം, സ്ത്രീകളുടെ രഹോരചിതയാ, രഹസ്യമായി ചെയ്യുന്ന മായയാച്ച, മായയിൽ അകപ്പെട്ടും കളഭാഷിണം, കൊഞ്ചിപ്പറയുന്ന ശിശൂനാം, പിഞ്ചു പൈതങ്ങളുടെ ആലാപൈഹി, ആ കളഭാഷണത്താലും ആക്ഷിപ്താത്മേന്ദ്രിയ, വശീകരിക്കപ്പെട്ട ദേഹം, ഇന്ദ്രിയങ്ങൾ ഇവയോടെ ഗൃഹി, ആ ഗൃഹസ്ഥൻ, ഗൃഹേഷു വീടുകളിൽ, ദുഃഖതന്ത്രേഷു, ആ ദുഃഖപര്യവസായികളായിരിക്കുന്ന കൂഢധർമ്മേഷു കുതന്ത്രങ്ങളിൽ, അതന്ത്രിത മനസ്സിരുത്തിയിട്ട് ദുഃഖപ്രതീകാരം ദുഃഖങ്ങൾക്ക് പരിഹാരം ആ കുറുവൻ ചെയ്തുകൊണ്ട് കണ്ടെത്തി സുഖവത് സുഖമാണെന്ന് മന്യതേ വിചാരിക്കുന്നു. അപ്പൊ ഇതിലത്തെ അന്വയം വന്നിട്ട് 2 ശ്ലോകങ്ങളിലെയും കൂടിയിട്ടുള്ള അസദീനാം സ്ത്രീണാം രഹോരചിതയാ മായയാച്ച കളഭാഷിണാം ശിശൂനാം ആലാപൈഹി ആക്ഷിപ്ത ആത്മേന്ദ്രിയ ഗൃഹേഷു ദുഃഖതന്ത്രേഷു കൂഢധർമ്മേഷു അതന്ത്രിത ദുഃഖപ്രതീകാരം കുറുവൻ സുഖവത് മന്യതേ. ഒന്നും കൂടി പറയാം. അസദീനാം സ്ത്രീണാം രഹോരചിതയാ മായയാ ച
കളഭാഷിണം ശിശൂനാം ആലാപൈഃ ആക്ഷിപ്താത്മേന്ദ്രിയഃ ഗൃഹീ ഗൃഹേഷു ദുഃഖതന്ത്രേഷു കൂടധർമ്മേഷു ആതന്ത്രിതഃ ദുഃഖപ്രതീകാരം കുർവൻ സുഖവത് മന്യതേ. അതായത് അസതീനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടകളായിരിക്കുന്ന സ്ത്രീനാം, ആ സ്ത്രീകളുടെ രഹോരചിതയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം ആയി ചെയ്യുന്ന മായയാച്ച, ആ മായയിൽ അകപ്പെട്ടും, കളഭാഷിണാം ആ കൊഞ്ചിപ്പറയുന്ന ശിശൂനാം ആ പിഞ്ചു പൈതങ്ങളുടെ ആലാപൈഹി ആ കളഭാഷത്താലും ആക്ഷിപ്താത്മേന്ദ്രിയ വശീകരിക്കപ്പെട്ട ദേഹം ഇന്ദ്രിയങ്ങൾ ഇവയോടെ ഗൃഹി ആ ഗൃഹസ്ഥൻ ഗൃഹേഷു ആ വീടുകളിൽ ദുഃഖതന്ത്രേഷു ദുഃഖപര്യവസായികളായിരിക്കുന്ന കൂടധർമ്മേഷു കുതന്ത്രങ്ങളിൽ അതന്ത്രിത മനസ്സിരുത്തിയിട്ട് ദുഃഖപ്രതീകാരം ആ ദുഃഖങ്ങൾക്ക് പരിഹാരങ്ങൾ കുർവൻ ചെയ്തുകൊണ്ട് കണ്ടെത്തി സുഖവത് സുഖമാണെന്ന് മന്യതേ വിചാരിക്കുന്നു. അപ്പൊ ദുഷ്ടകളായിരിക്കുന്ന ആ സ്ത്രീകളുടെ ആ രഹസ്യമായി ചെയ്യുന്ന ആ മായയിൽ അകപ്പെട്ടും അതുപോലെ കൊഞ്ചിപ്പറയുന്ന പിഞ്ചു പൈതങ്ങളുടെ ആ കളഭാഷണത്താലും ആ വശീകരിക്കപ്പെട്ട ദേഹം ഇന്ദ്രിയങ്ങൾ ഇവയോടെ ആ ഗൃഹസ്ഥൻ വീടുകളിൽ ദുഃഖപര്യവസായികളായിരിക്കുന്ന കുതന്ത്രങ്ങളിൽ മനസ്സിരുത്തി ആ ദുഃഖങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് സുഖമാണെന്ന് വിചാരിക്കുന്നു. ദുർവൃത്തകളായിരിക്കുന്ന സ്ത്രീകളും ഒത്തുള്ള രഹസ്യവേഴ്ച, കുട്ടികളുടെ അവ്യക്ത മധുരഭാഷണത്തിലുള്ള അഭിനിവേശം ഇത്യാദികളാൽ വശീകരിക്കപ്പെട്ട മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടിയിരിക്കുന്ന ഗൃഹസ്ഥൻ കപടധർമ്മപ്രധാനങ്ങളും ദുഃഖപര്യവസായികളും ആയിരിക്കുന്ന ഗൃഹകാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതനാവുകയും തന്നിമിത്തം സഹിക്കേണ്ടി വരുന്ന ദുഃഖത്തിന് പരിഹാരം കണ്ടെത്തി സുഖവാൻ എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു. അർത്ഥവും കാമവും പൂർണ്ണമായി അനുഭവിക്കാനുള്ള അത്യാസക്തി നിമിത്തം ധർമ്മം വിസ്മരിക്കപ്പെടുന്നു. ജീവിതത്തിന്റെ പരമലക്ഷ്യം മോക്ഷമാണെന്ന് ചിന്തിക്കുന്നു പോലും ഇല്ല. സുഖസമ്പാദനത്തിന് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു, എന്നിട്ടും യഥാർത്ഥ സുഖം ലഭിക്കുന്നില്ല. സുഖമാണെന്ന് അഭിമാനിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതും ഭഗവാന്റെ മായയുടെ സ്വാധീനത്താൽ തന്നെയാണ്. അപ്പോൾ ആ ഗൃഹസ്ഥാശ്രമി കൊള്ളരുതാത്ത സ്ത്രീകളുടെ ഏകാന്തത്തിൽ വെച്ചുള്ള ലീലകളാലും മനോഹരമായി ശബ്ദിക്കുന്ന കുട്ടികളുടെ ആ കളികളാലും അപഹൃത മനസ്സായിട്ട് കപട ധർമ്മപ്രധാനങ്ങളും കപടധർമ്മപ്രധാനങ്ങളും ദുഃഖപര്യവസായികളുമായിരിക്കുന്ന ഗൃഹാദികളിൽ തന്നെ സർവദാ ബദ്ധശ്രദ്ധനായിട്ട് ആ ദുഃഖശമനത്തിന് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്ത് അത് സുഖമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭർത്തൃവിശ്വാസമില്ലാത്തവരായിട്ടുള്ള കുലടകൾ ഏകാന്തത്തിൽ അനുഭവിപ്പിക്കുന്ന രത്യാദി സ്വരൂപമായ മായയിൽ അകപ്പെട്ടും അവ്യക്തമായി സംസാരിക്കുന്ന ശിശുക്കളുടെ സംഭാഷണങ്ങളെ കേട്ടുകൊണ്ടും അന്ധക്കരണവും ഇന്ദ്രിയങ്ങളും അവർക്ക് അധീനമായിട്ട് ഭവിക്കുന്നു. ആത്മാഭിമാനം നിമിത്തം തൻ്റെ കീർത്തിയെ പരത്തേണം എന്നുള്ള ആ വിചാരത്തിൽ അതിനുപകരിക്കുന്ന കപടപ്രവൃത്തികളെ മടികൂടാതെ ചെയ്യുന്നു. എത്ര തന്നെ കീർത്തിമാനെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും പരമാർത്ഥത്തിൽ തനിക്ക് മിക്ക സമയത്തിലും ദുഃഖാനുഭവം അല്ലാതെ സുഖാഭാസം പോലും ഇല്ലെന്ന് ആത്മാവിൽ അനുഭവപ്പെട്ടു വിരിക്കുന്നുവെങ്കിലും ദുഃഖങ്ങളെ നിവർത്തിക്കാൻ ഉപകരിക്കുന്ന ഓരോ വ്യാപാരങ്ങളിൽ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗൃഹസ്ഥൻ സുഖവാനെന്ന് അഭിമാനിക്കുന്നതല്ലാതെ വാസ്തവത്തിൽ സുഖം അവന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിലെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. നിരന്തരം തേഷാം പോഷണചിന്തയ ആ ഗൃഹാദി ആ ഭൗതിക അവസ്ഥകളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം തേഷാം പോഷണചിന്തയാ പാതകാനി കുരുതേ പാപകർമ്മങ്ങൾ ചെയ്യണം. രഹസ്യമായിട്ട് സ്ത്രീ സംഭോഗാദി സുഖേന
സ്ത്രീ സംഭോഗം തുടങ്ങിയിട്ടുള്ള സുഖങ്ങളിൽ ഏർപ്പെടുന്നു. ശിശൂനാം കളഭാഷണേന സുഖം മന്യതേ. ശിശുക്കളുടെ ആ കളഭാഷണങ്ങളിലൊക്കെ ആകർഷണം വന്നിട്ട് വശീകരിക്കപ്പെട്ട മനസ്സൊക്കെ ആ സുഖം അതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കപടധർമ്മേഷു, കപടമായിരിക്കുന്ന ധർമ്മം ചെയ്തിട്ട് ദുഃഖപ്രധാനേഷു, ദുഃഖങ്ങളെ സ്വീകരിച്ചിട്ട് ഗൃഹേഷു, ഗൃഹത്തിൽ ആ ദുഃഖപ്രതികാരം, ആ ദുഃഖത്തിന് പരിഹാരമായിട്ട് കുറുവൻ, പല കർമ്മങ്ങളും ചെയ്തിട്ട് സുഖവത് മന്യതേ, സുഖം ആണെന്ന് വിചാരിക്കുന്നു എന്നർത്ഥം. നിരന്തരം തേഷാം പോഷണചിന്തയാ പാതകാനി കുരുതേ രഹസി സ്ത്രീ സംഭോഗാദി സുഖേന ശിശൂനാം കളഭാഷണേന സുഖം മന്യതേ. കപടധർമ്മേഷു ദുഃഖപ്രധാനേഷു ഗൃഹേഷു ദുഃഖപ്രതികാരം കുറുവൻ സുഖവത് മന്യതേ. തേഷാം മന്യതേ, ഇതാണ് ആ രണ്ട് ശ്ലോകങ്ങളുടെ ആ വ്യാഖ്യാനം ആയിട്ട് പറയണത്. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകം. അർത്ഥൈരാപാദിതൈർഗുർവ്യ ഹിംസയേതസ്തതശ്ചതാൻ ഉഷ്ണാദി യേഷാം പോഷേണ ശേഷഭുഗ്യാദ്യധസ്വയം. അർത്ഥൈരാപാദിതൈർഗുർവ്യ ഹിംസയേതസ്തതശ്ചതാൻ ഉഷ്ണാദി യേഷാം പോഷേണ ശേഷഭുഗ്യാത്യധസ്വയം. അപ്പോ അങ്ങനെ അവിടുന്നും ഇവിടുന്നൊക്കെ അങ്ങിന്നും നിന്നൊക്കെ ആ വലുതായിട്ടുള്ള ആ പരദ്രോഹങ്ങളിലൂടെ നേടിവെച്ചിട്ടുള്ള ആ സാധനങ്ങളെ കൊണ്ട് അവരെ അങ്ങനെ പോഷിപ്പിക്കുന്നു. ആ ഗൃഹത്തെയും പുത്രപൗത്ര ഇങ്ങനെയുള്ള ആ പരിവാരങ്ങളെയൊക്കെ പോഷിപ്പിച്ച് ആ ഗൃഹപോഷണത്താൽ അവശേഷിച്ചതും അനുഭവിച്ച് സ്വയം താൻ മാത്രം അധോഗതി അടയുന്നു. അങ്ങനെ ആ ഹിംസാത്മകമായിട്ടുള്ള ആ കപട ധർമ്മങ്ങൾ ആചരിച്ചിട്ട് ആ ഗൃഹസ്ഥ ആശ്രമി അവിടെ നശിക്കുകയാണ് ചെയ്യണത്. അർത്ഥൈരാപാദിതൈർഗുർവ്യ ഹിംസയേതസ്തതശ്ചതാൻ പുഷ്ണാദി യേഷാം പോഷേണ ശേഷഭുക്യാത്യധ സ്വയം. ഇതഹ തതഹ ച എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും ഇന്നൊക്കെ, എല്ലാ സ്ഥലത്തു നിന്ന് അങ്ങും ഇങ്ങും. പുഷ്ണാദി യേഷാം പോഷേ, ഇവിടെ ഇതഹ തതഹ ഹിംസയേതസ്തതശ്ച താൻ പറയണ്ടേ. ഇതഹ തതഹ ച എന്ന് പറഞ്ഞാൽ അങ്ങിങ്ങു നിന്നൊക്കെ ഗുർവ്യ, ഗുർവ്യ എന്ന് പറഞ്ഞാൽ വലുതായിട്ടുള്ള, ഹിംസയ ആ പരദ്രോഹത്തിലൂടെ, ആപാദിതൈഹി ആ നേടിവെച്ചിട്ടുള്ള, അർത്ഥൈഹി ആ സാധനങ്ങളെ കൊണ്ട്, താൻ അവരെ, പുഷ്ണാദി പോഷിപ്പിക്കുന്നു. അങ്ങനെ യേഷാം ആരുടെ ആ പോഷേണ ആരുടെ പോഷണത്താൽ, ശേഷഭുക് അവശേഷിച്ചത് അനുഭവിച്ചിട്ട്, സ്വയം താൻ മാത്രം അധ യാതി അധോഗതി അടയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. ഇതഹ തതഹ ച അങ്ങിങ്ങു നിന്നൊക്കെ, ഗുർവ്യ വലുതായിട്ടുള്ള, ഹിംസയ പരദ്രോഹത്തിലൂടെ, ആപാദിതൈഹി നേടിവെച്ച, അർത്ഥൈഹി സാധനങ്ങളെ കൊണ്ട്, താൻ അവരെ, പുഷ്ണാദി പോഷിപ്പിക്കുന്നു, യേഷാം ആരുടെ പോഷേണ പോഷണത്താൽ, ശേഷഭുക് അവശേഷിച്ചതനുഭവിച്ച്, സ്വയം താൻ മാത്രം അധ യാതി അധോഗതി അടയുന്നു. അതിലത്തെ അന്വയം വന്നിട്ട് ഇതഹ തതഹ ച ഗുർവ്യ ഹിംസയാ ആപാദിതൈഹി അർത്ഥൈഹി താൻ പുഷ്ണാദി യേഷാം പോഷേണ ശേഷഭുക് സ്വയം അധഃ യാതി. എന്നുകൂടി പറയാം. ഇതഹ തതഹ ച ഗുർവ്യാഃ ഹിംസയാ ആപാദിതൈഹി അർത്ഥൈഹി താൻ പുഷ്ണാദി യേഷാം പോഷേണ ശേഷഭുക് സ്വയം അധഃ യാതി. അതായത് അങ്ങിങ്ങു നിന്നൊക്കെ വലുതായിട്ടുള്ള ആ പരദ്രോഹത്തിലൂടെ നേടിവെച്ച ആ സാധനങ്ങളെ കൊണ്ട് അവരെ പോഷിപ്പിക്കുന്നു. അങ്ങനെ ആരുടെ പോഷണത്താൽ അവശേഷിച്ചത് അനുഭവിച്ചിട്ട്
താൻ സ്വയം അധോഗതി അടയുന്നു. ഗുരുതരമായിരിക്കുന്ന ഹിംസയാൽ ആ പരദ്രോഹത്തെ സമ്പാദിച്ചിട്ടുള്ള ധനം കൊണ്ട് ആ കുടുംബാംഗങ്ങളെ പോഷിപ്പിക്കുന്നു, കുടുംബത്തെ പോഷിപ്പിക്കുന്നു അർത്ഥം. അവശേഷിച്ചത് മാത്രം താൻ അനുഭവിക്കുന്നു. അങ്ങനെ സ്വയം അധപ്പതിക്കുകയും ചെയ്യുന്നു. ഹിംസയാ ഇതഹ തതഹ എന്ന് ഛേദം. ഈ ശ്ലോകത്തിന്റെ ആ വ്യാഖ്യാനത്തില് ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നത് വളരെ ശ്രദ്ധേയാണ്. യേഷാം പോഷണേനാഥോ യാതി താൻ പുഷ്ണാതി ശേഷഭുഗിതി ഭോഗോപി തസ്യ ദുർലഭ ഇത്യർത്ഥഃ. ചിലരുടെ ആ പോഷണം കൊണ്ടാണോ, യേഷാം പോഷണേനാഥോ എന്ന് പറഞ്ഞില്ലേ, പോഷണം കൊണ്ടാണോ യാതി താൻ താൻ അധപ്പതിക്കുന്നത്, അവരെ ആണ് ആ പോഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരെ യാതി താൻ പുഷ്ണാതി, യേഷാം പോഷണേനാഥോ, എന്തുകൊണ്ടാണോ നശിക്കുന്നത് അവരെയാണ് താൻ പോഷിപ്പിക്കുന്നത്. എന്നിട്ട് അവർക്ക് തൃപ്തിയാവോളം ശേഷഭുഗിതി ഭോഗോപി തസ്യ ദുർലഭ ഇത്യർത്ഥ. അവർക്ക് തൃപ്തിയാവോളം കൊടുത്തു കഴിഞ്ഞാൽ തനിക്ക് അനുഭവിക്കാൻ വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ സംശയമാണെന്നാണ് പറയുന്നത്. അപ്പൊ കൊള്ള ചെയ്തും കൊല ചെയ്തും വഴിപോക്കരുടെ ദ്രവ്യം അപഹരിച്ചും കുടുംബത്തെ പോഷിപ്പിച്ച് ആ മൃഗവ്യാധനോട് ആ സപ്തർഷികൾ തൻ്റെ പാപം ആരാണ് അനുഭവിക്കേണ്ടതെന്ന് ആ കുടുംബാംഗങ്ങളോട് ചോദിച്ചു വരുവാൻ നിർദ്ദേശിച്ചു. അപ്പൊ ഭൂമിയെയും സൂര്യനെയും സാക്ഷികളായിക്കൊണ്ട് അവർ പറഞ്ഞത് പാപഫലം മുഴുവനും ആ മൃഗവ്യാധൻ അനുഭവിക്കണം എന്ന്. അപ്പോൾ വാത്മീകിയുടെ ചരിത്രത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് അതിൽ അല്പം പോലും പങ്കില്ലെന്നുമാണ് പറഞ്ഞത്. ശ്രുത്വാ തമാഹുസ്തേ വിപ്ര ഗച്ഛ ശീഘ്രം ധനുർധര വിപ്രഹത്യാകൃത് പാപം ഭുഞ്ജീയാത കോ വിചാരയാ ഇതി ശ്രുത്വാതു ഘോരാത്മാ തേഷാം ദൃഷ്ട്യാ സുനിർമ്മലഃ ഗത്വാ വംശജനാനാഹ ഭൂരിപാപം മയാർജിതം തൽപാപകം ഭവദ്ഭിശ്ച ഗ്രഹണീയം ധനം യഥാ തേതു ശ്രുത്വാ ദ്വിജം പ്രാഹുർ ന വയം പാപഭോഗിന സാക്ഷീയം ഭൂമിരചല സാക്ഷി സൂര്യോയം ഉത്തമഃ. ആ ഭവിഷ്യപുരാണത്തിലെ ആ വാത്മീകി മഹർഷിയുടെ കഥ പറയുന്ന സ്ഥലത്ത് പറയുന്നത് ആ കൊള്ള ചെയ്തും കൊല ചെയ്തും ആ വഴിപോക്കരുടെ ദ്രവ്യം ഒക്കെ അപഹരിച്ച് കുടുംബത്തെ പോഷിപ്പിച്ച ആ മൃഗവ്യാധനോട് ആ സപ്തർഷികൾ തൻ്റെ പാപം ആരാണ് അനുഭവിക്കേണ്ടതെന്ന് ആ കുടുംബാംഗങ്ങളോട് ചോദിച്ചു വരുവാൻ നിർദ്ദേശിച്ചു. അപ്പോൾ ഭൂമിയെയും സൂര്യനെയും ആ സാക്ഷി ആക്കിക്കൊണ്ട് അവർ പറഞ്ഞത് ആ പാപഫലം മുഴുവനും ആ മൃഗവ്യാധൻ തന്നെ അനുഭവിക്കണം, ആ കാട്ടാളൻ തന്നെ അനുഭവിക്കണം. അവർക്ക് അതിൽ അല്പം പോലും പങ്കില്ലെന്നുമാണ് അവർ പറഞ്ഞത്. അപ്പൊ അതുപോലെയാണ് ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ആ ഗൃഹസ്ഥധർമ്മത്തിന് വേണ്ടി ആ കർമ്മങ്ങളെ ചെയ്തിട്ട് ആ ഗൃഹസ്ഥൻ അവിടെ നശിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വന്നിട്ട് ഇവരെയൊക്കെ പോറ്റി വളർത്തി മനുഷ്യൻ ആ ഭോഗത്തിന് പോലും അവസരം കിട്ടാതെ സ്വയം അധപ്പതിക്കുന്നു. ഹിംസയും മറ്റും ചെയ്ത് അങ്ങുമിങ്ങും നടന്ന് സമ്പാദിച്ച ധനത്താൽ ആ കൂട്ടരെ വളർത്തുന്നു. അപ്പൊ ഏതു ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിൽ നിന്നെല്ലാം ധനവും കീർത്തിയും ലഭിക്കണം എന്നുള്ള ധനവും കീർത്തിയും ലഭിക്കണം എന്നുള്ള ആഗ്രഹത്താൽ ആ ശാസ്ത്രമര്യാദകളെ അതിക്രമിച്ച് നടത്തുന്ന പരോപദ്രവ രൂപമായിരിക്കുന്ന ഹിംസാ പ്രവൃത്തിയാൽ സമ്പാദിക്കുന്ന ധനങ്ങളെ കൊണ്ട് ഭാര്യാപുത്ര ബാന്ധവാദികളെ പുലർത്തുന്നു. ദാനശീലനാണ്, ഔദാര്യനിധിയാണ് എന്നൊക്കെ കേൾപ്പാനുള്ള മോഹത്താൽ അവരെയെല്ലാം പോഷിപ്പിച്ചതിൻ്റെ ഉച്ഛിഷ്ടത്തെ താനും അനുഭവിക്കുന്നു. ഇപ്രകാരം ചെയ്യുന്ന ആ പാപങ്ങളുടെ ആ ഫലം അനുഭവിപ്പാൻ തക്ക നരകത്തിൽ മരണാനന്തരം താൻ ഏകനായിട്ട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പുത്രഭാര്യാദികൾ ആരും അപ്പോൾ സഹായത്തിന് ഉണ്ടാവുകയും ഇല്ലെന്ന് സാരം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. യേഷാം
പോഷണയനാഥോ, അങ്ങനെ ഇവരെയൊക്കെ പോഷിപ്പിച്ചിട്ട് അധോഗതിയിലെത്തണു. യാതി എത്തിയിട്ട് താൻ അർത്ഥേർ ഹിംസയ, അർത്ഥത്തിന് വേണ്ടിയിട്ട് ഹിംസ ചെയ്ത് ച പുഷ്ണാദി പോഷിപ്പിക്കുന്നു, അവരെ പോഷിപ്പിക്കുന്നു. കിംജ ജീവികായാം ലുപ്യമാനായാം അശക്തഃ, അവരെ തൃപ്തരാക്കാൻ സാധിക്കുന്നില്ല, അതിന് അശക്തനാവണു. എന്നിട്ട് പരന്മാരുടെ അർത്ഥങ്ങളെ സ്വീകരിക്കണു, പരാർത്ഥത്തെ സ്വീകരിക്കണു എന്ന് പറയുക. അങ്ങനെയാണ് നശിക്കുന്നത്, ആ ഗൃഹസ്ഥൻ നശിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒന്നും കൂടി ഇത് പറയാം. യേഷാം പോഷണയനാഥോ യാതി താൻ അർത്ഥേർ ഹിംസയാച്ച് പുഷ്ണാദി, ആ ഹിംസ കൊണ്ടൊക്കെ ഇവരെ പോഷിപ്പിക്കണു എന്നിട്ട് നശിക്കണു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. വാർത്തായാം ലുപ്യമാനായാം ആരബ്ധായാം പുനഃ ലോഭാഭിഭൂതോ നിസ്സത്വഃ പരാർത്ഥേ കുരുതേ സ്പൃഹാം. വാർത്തായാം ലുപ്യമാനായാം ആരബ്ധായാം പുനഃ ലോഭാഭിഭൂതോ നിസ്സത്വഃ പരാർത്ഥേ കുരുതേ സ്പൃഹാം. അപ്പോൾ വീണ്ടും വീണ്ടും തുടങ്ങി വെച്ചിട്ടുള്ള ഉപജീവന മാർഗം അങ്ങനെ ചുരുങ്ങുമ്പോൾ, ഉപജീവനമാർഗം ചുരുങ്ങുമ്പോൾ നിരാശനാവുന്നു. നിരാശനായിട്ട് ആ കൊതി പൂണ്ടിട്ട് അന്യന്റെ ദ്രവ്യത്തിന് ആഗ്രഹിക്കുന്നു. അപ്പോൾ പിന്നെയും പിന്നെയും തുടങ്ങി വെച്ചിട്ടുള്ള ആ ഉപജീവന മാർഗം ഇല്ലാതാവുമ്പോൾ, ലോപിക്കുമ്പോൾ നിരാശനായിട്ട് ആ കൊതി പൂണ്ടിട്ട് അന്യന്റെ ആ ദ്രവ്യത്തെ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. വാർത്തായാം ലുപ്യമാനായാം ആരബ്ധായാം പുനഃ ലോഭാഭിഭൂതോ നിസ്സത്വഃ പരാർത്ഥേ കുരുതേ സ്പൃഹാം. പദങ്ങളെ പുനഃ പിന്നെയും പിന്നെയും, ആരബ്ധായാം തുടങ്ങിവെച്ച, വാർത്തായാം ആ ഉപജീവന മാർഗം, ലുപ്യമാനായാം ലോപിക്കുന്ന സമയത്ത്, നിസ്സത്വഃ നിരാശൻ ആയിട്ട്, ലോഭാഭിഭൂതഃ കൊതി പൂണ്ടിട്ട്, ലോഭം കൊണ്ട് പരാർത്ഥേ അന്യന്റെ ദ്രവ്യത്തിൽ സ്പൃഹ കുരുതേ ആഗ്രഹം ജനിക്കുന്നു. പുനഃ പിന്നെയും പിന്നെയും, ആരബ്ധായാം തുടങ്ങിവെച്ച, വാർത്തായാം ആ ഉപജീവന മാർഗം, ലുപ്യമാനായാം ലോപിക്കുമ്പോൾ, നിസ്സത്വഃ നിരാശനായിട്ട്, ലോഭാഭിഭൂതഃ ആ കൊതിപൂണ്ട്, പരാർത്ഥേ അന്യന്റെ ദ്രവ്യത്തിൽ സ്പൃഹാം കുരുതേ ആഗ്രഹം വെക്കുന്നു. അപ്പൊ താൻ ആരംഭിച്ച ഇതിൽ പറയുന്ന പിന്നെയും ഇതിലത്തെ അന്വയം വന്നിട്ട് പുനഃ ആരബ്ധായാം വാർത്തായാം ലുപ്യമാനായാം നിസ്സത്വഃ ലോഭാഭിഭൂതഃ പരാർത്ഥേ സ്പൃഹാം കുരുതേ. ഒന്നുകൂടി, പുനഃ ആരബ്ധായാം വാർത്തായാം ലുപ്യമാനായാം നിസ്സത്വഃ ലോഭാഭിഭൂതഃ പരാർത്ഥേ സ്പൃഹാം കുരുതേ. അതായത് പിന്നെയും പിന്നെയും തുടങ്ങി വെച്ച ആ ഉപജീവന മാർഗം ലോപിക്കുമ്പോൾ, നിരാശനായിട്ട് കൊതി പൂണ്ടിട്ട് അന്യന്റെ ദ്രവ്യത്തിൽ ആഗ്രഹിക്കുന്നു. താൻ ആരംഭിച്ച ലൗകിക വ്യാപാരം ലോപിച്ചു വരുമ്പോൾ, ഫലിക്കാതെ ദുരാഗ്രഹത്തിന് അധീനനും എന്നാൽ നേരായ മാർഗത്തിൽ സമ്പാദിക്കാൻ അശക്തനും ആയിട്ട് അന്യന്റെ ദ്രവ്യത്തിൽ ആഗ്രഹിക്കുന്നു. വാർത്ത എന്നാൽ കൃഷി, പശു പരിപാലനം, വാണിജ്യം, ഇതൊക്കെ അർത്ഥം വരാം. കൃഷി, പശുപാല്യേ വാണിജ്യാച്ച വാർത്ത, അതാണ് വാർത്തായ അർത്ഥശാസ്ത്രത്തിൽ പറയണത്. നിസ്സത്വൻ എന്ന് പറഞ്ഞാൽ അശക്തൻ ആണ്. ഒരു വ്യാപാരം ആരംഭിക്കുന്നു, അത് വിജയിക്കുന്നില്ല, വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ വിജയിക്കും എന്നാണ് വ്യാമോഹം. പക്ഷേ ആ വ്യാപാരത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ സാമ്പത്തിക പരാധീനം വിഘ്നമായിട്ട് തീരണം. അങ്ങനെ വരുമ്പോൾ ആ പരദ്രവ്യം അപഹരിക്കാനും മറ്റും തുനിയും എന്ന് അർത്ഥം വരണം. നിത്യാനുഭവങ്ങളാണ് ഇവയെല്ലാം. എന്നിട്ടും ഇതിൻ്റെ എല്ലാം പൊള്ളത്തരം ഗ്രഹിക്കാത്തതാണ് വലിയ കഷ്ടമായിട്ട് ഭവിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ
ഇവിടെ പറയുന്നത് ഇങ്ങനെ ആ യൗവനകാലത്തിൽ ആരംഭിച്ചിട്ടുള്ള ആ പ്രവൃത്തികളെല്ലാം അടിക്കടി നിഷ്ഫലങ്ങളായി തീരുകയും വർദ്ധിക്കുകയും ദുരാശ വർദ്ധിക്കുകയും ആ ശരീരശക്തി കുറയുകയും ചെയ്യുമ്പോൾ അന്യരുടെ ധനത്തെ ആഗ്രഹിച്ചു തുടങ്ങുന്നു. അതാണ് പറയുന്നത്. താൻ ആരംഭിക്കുന്ന ജീവിത മാർഗങ്ങൾ വീണ്ടും വീണ്ടും ആ വിധിയാൽ തടസ്സപ്പെട്ട് നശിക്കുമ്പോൾ മനുഷ്യൻ അശക്തനായിട്ട് അത്യാഗ്രഹം മുഴുത്തിട്ട് മറ്റുള്ളവരുടെ സ്വത്തിൽ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം വന്നിട്ട് ഇവിടെ പറഞ്ഞു, കിംജ ജീവികായാം ലുപ്തമാനായാം അശക്തഃ, അവരെയൊക്കെ തൃപ്തിപ്പെടാൻ അശക്തനായിട്ട് സൻ പരാർത്ഥേ അന്യരുടെ ആ അർത്ഥത്തെ സ്പൃഹാം കുരുത, അന്യരുടെ അർത്ഥത്തില് സ്പൃഹയുണ്ടാവണം, ആഗ്രഹം ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞതിന്റെ അവസാനത്തെ കിംച ജീവികായാം ലുപ്തമാനായാം അശക്തഃ സൻ പരാർത്ഥേ സ്പൃഹാം കുരുതേ വ്യാഖ്യാനം. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. കുടുംബഭരണാകൽപ്പോ മന്ദഭാഗ്യോ വ്യഥോദ്യമഃ ശ്രിയാവിഹീന കൃപണോ ധ്യായൻ ശ്വസിതി മൂഢധീഹി. കുടുംബഭരണാകൽപ്പോ മന്ദഭാഗ്യോ വൃഥോദ്യമഃ ശ്രിയാവിഹീനഃ കൃപണോ ധ്യായൻ ശ്വസിതി മൂഢധീഹി. അപ്പൊ അദ്ദേഹം എങ്ങനെയുള്ള ആളായിട്ട് തീരണു? ആ ഗൃഹസ്ഥാശ്രമി ആ കുടുംബാഭരണത്തിന് അപ്രാപ്തനായിട്ട് തീരണു. ഭാഗ്യവിഹീനനായിട്ട് തീരണു. മൂഢധീഹി, മൂഢനും അതുപോലെ ബുദ്ധിയില്ലാത്തവൻ. പിന്നെ വൃഥോദ്യമ, വൃഥാ ശ്രമത്തോടു കൂടിയവനായിട്ട് തീരണു. ശ്രിയാവിഹീന, ആ ശ്രീത്വം നഷ്ടപ്പെടണം. കൃപണഃ, ദയനീയൻ ആവണം. ധ്യായൻ, ചിന്താമഗ്നാവണം, നെടുവീർപ്പിടണം. ശ്വസിതി, നെടുവീർപ്പിടണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളായിട്ട് തീരണു ആ ഗൃഹസ്ഥാശ്രമി എന്നർത്ഥം. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കുടുംബഭരണാകൽപ്പോ, ആ കുടുംബഭരണത്തിന് അപ്രാപ്തൻ. കുടുംബഭരണാകൽപ്പോ, അശക്തൻ ആയിരിക്കുന്ന ആ ഗൃഹസ്ഥാശ്രമി മന്ദഭാഗ്യോ, ഭാഗ്യഹീനനാകുന്നു. വൃഥോദ്യമ, വൃഥാ ശ്രമങ്ങൾ ചെയ്യുന്ന ആളാകുന്നു. ശ്രിയ, ഐശ്വര്യഹീനനാകുന്നു. ശ്രിയാവിഹീന. കൃപണോ, കൃപണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയൻ. ധ്യായൻ, എപ്പോഴും ഇങ്ങനെ ചിന്താകുലനായിട്ട്. ശ്വസിതി, നെടുവീർപ്പിട്ടുകൊണ്ട് ഇരിക്കണം. അതിലത്തെ പദങ്ങൾ നോക്കാം. കുടുംബഭരണാകൽപ്പഃ, കുടുംബഭരണാകൽപ്പഃ എന്ന് പറഞ്ഞാൽ കുടുംബഭരണത്തിന് അപ്രാപ്തനും. മന്ദഭാഗ്യഃ, അഭാഗ്യഹീനനും. മൂഢധീഹി, മൂഢനും. വൃഥോദ്യമഃ, വൃഥാശ്രമത്തോടു കൂടിയവനും. ശ്രിയാവിഹീനഃ, സ്ത്രീത്വത്താൽ വെടിയപ്പെട്ടവനും. കൃപണഃ, അദയനീയനും ആയ അവൻ. ധ്യായൻ, ചിന്താമഗ്നായിട്ട്. ശ്വസിതി, നെടുവേർപ്പെടുന്നു. അത് ഒന്നും കൂടി പറയാം. കുടുംബഭരണാകൽപ്പഃ, ആ കുടുംബഭരണത്തിന് അപ്രാപ്തനും. മന്ദഭാഗ്യഃ, ഭാഗ്യഹീനനും. മൂഢധീഹി, മൂഢനും. വൃഥോദ്യമഃ, വൃഥാശ്രമത്തോടു കൂടിയവനും. ശ്രിയാവിഹീനഃ, ആ ശ്രീത്വത്താൽ വെടിയപ്പെട്ടവനും. കൃപണഃ, ദയനീയനുമായ അവൻ. ധ്യായൻ, ചിന്താമഗ്നായിട്ട്. ശ്വസിതി, നെടുവേർപ്പെടുന്നു. അതിലത്തെ അന്വയം കുടുംബഭരണാകൽപ്പഃ മന്ദഭാഗ്യഃ മൂഢധീഹി വൃഥോദ്യമഃ ശ്രിയാവിഹീനഃ കൃപണഃ ധ്യായൻ ശ്വസിതി. എന്നുകൂടി പറയാം. കുടുംബഭരണാകൽപ്പഃ മന്ദഭാഗ്യഃ മൂഢധീഹി വൃഥോദ്യമം ശ്രിയാവിഹീനം കൃപണഃ ധ്യായൻ ശ്വസിതി. കുടുംബഭരണത്തിന് അപ്രാപ്തനും ആ ഭാഗ്യഹീനനും മൂഢനും വൃഥാശ്രമത്തോടു കൂടിയവനും ആ ശ്രീത്വത്താൽ വെടിയപ്പെട്ടവനും ദയനീയനും ആയ അവൻ ആ ചിന്താമഗ്നായിട്ട് നെടുവീർപ്പെടുന്നു. കുടുംബഭരണത്തിന് ശേഷിയില്ലാത്തവനായി തീരണം. ഭാഗ്യമില്ലായകയാൽ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലാകുന്നു. ഐശ്വര്യം നശിക്കണു. അങ്ങനെ ആ ദീനനും മൂഢനും ആയിട്ട് ഓരോന്ന് ചിന്തിച്ച് ആ ദീർഘശ്വാസം വിടുന്നു. ധ്യായൻ എന്ന ശബ്ദം ധ്യൈ ചിന്തായാം എന്ന ധാതുവിന്റെ ശത്രുപ്രത്യയാന്ത രൂപം ആകണം. ഇവിടെ ആ ധ്യാനം എന്ന അർത്ഥമല്ല, ഓരോവിധ ചിന്തകൾ അഥവാ മനോരാജ്യം
എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ മൂഢൻ കുടുംബഭരണത്തിൽ അപ്രാപ്തനും മൂഢനും കുടുംബഭരണത്തിൽ അപ്രാപ്തനും ഭാഗ്യം കെട്ടവനും വൃഥാപ്രയത്നനും ദരിദ്രനും ദുഃഖിതനും ചിന്താപരനും പരവശനുമായി അവൻ ദീർഘനിശ്വാസം വിടുന്നു. അപ്പോൾ കുടുംബങ്ങളെ പരിപാലിക്കാൻ അശക്തനും ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കാത്തവനും ഭാഗ്യഹീനനും ആയിട്ട് വരുമ്പോൾ ധനവും ശരീരശോഭയും ഇല്ലാത്തവനാകും. അങ്ങനെ മുഖത്തിൽ ദൈന്യം പ്രകാശിച്ചു കാണും. എന്നാലും ഈ സംസാര കാര്യത്തിൽ വിരക്തി വരാതെ എനിക്ക് എങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ള ചിന്തയിൽ മുങ്ങിക്കൊണ്ട് ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. തതഃ കുടുംബപോഷണത്തിൽ അസമർത്ഥനായിട്ട് ദ്രവ്യഹീനഃ ആ ദ്രവ്യം നഷ്ടപ്പെട്ട് ശ്വസിതി നെടുവീർപ്പെടുന്നു അത്രേ പറയുള്ളൂ. തതഃ കുടുംബപോഷണേ അസമർത്ഥോ ദ്രവ്യഹീനഃ ശ്വസിതി. അങ്ങനെ ആ കുടുംബപോഷണത്തിൽ അസമർത്ഥനായിട്ട് ദ്രവ്യം നശിച്ച് ആ നെടുവീർപ്പെടുന്നു. തതഃ കുടുംബപോഷണേ അസമർത്ഥോ ദ്രവ്യഹീനഃ ശ്വസിതി. അതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം ഏവം സ്വഭരണാകൽപം തൽക്കളത്രാദേസ്തഥാ നാദ്രിയന്തെ യഥാപൂർവം കീനാശ ഇവ ഗോചരം. ഏവം സ്വഭരണാകൽപം തൽക്കളത്രാദേസ്തഥാ നാദ്രിയന്തെ യഥാപൂർവം കീനാശം ഇവ ഗോചരം. അതായത് അവന്റെ ഭാര്യ മുതലായവര് ഇങ്ങനെ ആ തങ്ങളെ പുലർത്താൻ കഴിയാതെ ആയിത്തീർന്നിട്ടുള്ള ആ ഗൃഹസ്ഥനെ അങ്ങനെയുള്ള ആ ഗൃഹസ്ഥനെ പിശുക്കരായിട്ടുള്ള കർഷകർ പിശുക്കരായിട്ടുള്ള കർഷകർ തന്തക്കാള എന്ന പോലെ, അതായത് പ്രായമേറിയിട്ടുള്ള കാളകളെ ഈ കർഷകരെ ഒഴിവാക്കുന്നത് പോലെ പഴയപടി എങ്ങനെയോ അങ്ങനെ അവയെ ഒന്നും വലിയ വില വെക്കില്ല. പഴയ കാളകളെയൊന്നും അവര് കർഷകർ വില വെക്കില്ല. പുതിയ നല്ല ശക്തിയും ഇതൊക്കെ ഉള്ള കാളകള്, ആ പുഷ്ടിയൊക്കെ ഉള്ള കാളകളെ അവര് കർഷകരെ ആ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ. ഇതുപോലെ ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഗൃഹസ്ഥനെ അവര് ഒട്ടും വില വെക്കില്ല. അവരുടെ പരിവാരങ്ങള് ഭാര്യപുത്രാദികളെ ഒട്ടും അങ്ങനെയുള്ളവരെ വകവെക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ തൽക്കളത്രാദേഹ അവന്റെ ഭാര്യാപുത്രന്മാർ മുതലായവരെ ഏവം ഇപ്രകാരം ഉള്ള സ്വഭരണകൽപ്പം തങ്ങളെ പുലർത്താൻ കഴിയാതെയായി തീർന്നിട്ടുള്ള ആ ഗൃഹസ്ഥനെ കീനാശ പിശുക്കരായിട്ടുള്ള കർഷകർ ഗോചരം തന്തക്കാളയെ എന്ന പോലെ യഥാപൂർവം പഴയപടി എങ്ങനെയോ തഥ അങ്ങനെ ആദ്രിയന്തെ പഴയ ഒരു പ്രൗഢിയിലൊന്നും അവന് വില കൊടുക്കില്ല എന്ന് വില വയ്ക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ അതിലത്തെ അന്വയം വന്നിട്ട് തൽക്കളത്രാദേഹ ഏവം സ്വഭരണാകൽപ്പം കീനാശം ഗോചരം യഥാപൂർവം തഥാ ന ആദ്രിയന്തെ. തൽക്കളത്രാദേഹ ഏവം സ്വഭരണാകൽപ്പം കീനാശഃ ഗോചരം യഥാപൂർവം തഥാ ന ആദ്രിയന്തെ. അവന്റെ ആ ഭാര്യ അവരായിരിക്കുന്നവർ ഇങ്ങനെ തങ്ങളെ പുലർത്താൻ കഴിയാത്തതായി തീർന്നിട്ടുള്ള അവനെ പിശുക്കരായിട്ടുള്ള കർഷകർ ആ തന്തക്കാളകളെ എന്ന പോലെ ആ പഴയപടി എങ്ങനെയോ അങ്ങനെ വില വയ്ക്കുന്നില്ല. ഇങ്ങനെ തന്റെ കുടുംബം പുലർത്തുവാൻ കഴിവില്ലാതെ വരുന്ന ഘട്ടത്തിൽ അവന് ആ ഭാര്യപുത്രാദികൾ പഴയ പോലെ കരുതുന്നില്ല. കൃഷിക്കാരൻ വൃദ്ധനായിട്ടുള്ള കാളയെ എന്ന പോലെ വില വയ്ക്കുന്നില്ല എന്നർത്ഥം. കീനാശം എന്നാൽ ആ ലുബ്ധരായിട്ടുള്ള കൃഷിക്കാർ എന്നർത്ഥം. കീനാശ കർഷക ക്ഷുദ്രോ.
ഉള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തങ്ങളെ ഭരിക്കാൻ അശക്തനായിട്ടുള്ള ആ ഗൃഹസ്ഥനെ അവൻ്റെ പത്നി പുത്രന്മാർ മുതലായവർ ദുഃഖിതരായിട്ടുള്ള കൃഷിക്കാർ വയസ്സുകാലത്ത് ഉപയോഗമില്ലാത്തതായി തീർന്ന കാളകളെപ്പോലെ പഴയ പോലെ ആദരിക്കില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആ ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന ഇവൻ ആ മുൻപത്തെ പോലെ ആ ഭാര്യപുത്രാദികൾക്ക് ധനധാന്യാദികളെ സമ്പാദിച്ചു കൊടുക്കാത്തതിനാൽ അവരെ രക്ഷിപ്പാൻ അസമർത്ഥനാണെന്ന് അറിഞ്ഞിരിക്കുന്ന അവർ സമ്പാദിച്ചു കൊടുത്തിരുന്ന കാലത്തിൽ ഏത് വിധം ആദരിച്ചിരുന്നുവോ ആ വിധത്തിൽ ഇപ്പോൾ ആദരിക്കുന്നില്ല. ദുഷ്ടന്മാരായിരിക്കുന്ന കൃഷിക്കാർ ആ പ്രവൃത്തിയെടുപ്പാൻ ശക്തിയില്ലാതെ വന്നിരിക്കുന്ന ആ വൃദ്ധ വൃഷഭങ്ങളെ എന്ന പോലെ ഭക്ഷണാദി പദാർത്ഥങ്ങൾ പോലും കൊടുക്കാതെ നിരാദരിക്കും. ആ നിലയിൽ എത്തിയിട്ടും ആ പ്രപഞ്ച വൈരാഗ്യം വരാതെയും തന്നാൽ ഭരിക്കപ്പെട്ട ആ പുത്രാദികൾ അവജ്ഞയോടുകൂടെ നൽകുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് സ്വദേഹത്തെ ഭരിച്ചും ആ ജര ബാധിച്ചതിനാൽ അംഗവൈരൂപ്യത്തെ പ്രാപിച്ചും മരണത്തെ പ്രതീക്ഷിച്ചും കൊണ്ട് ആ ഗൃഹത്തിൽ തന്നെ ഇരിക്കും എന്നൊക്കെയാണ് ഈ വരുന്ന ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പോൾ അതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് തതഃ കുടുംബപോഷണോ അസമർത്ഥോ ദ്രവ്യഹീനഃ ശ്വസിതി ഏവം സ്വപോഷണേ അസമർത്ഥഃ. സ്വന്തം ആ കുടുംബത്തെ പോഷിപ്പിക്കാൻ അസമർത്ഥരായിരിക്കുന്ന അവരെ തൽക്കളത്രാതെയോ അദ്ദേഹത്തിന്റെ ആ ഭാര്യപുത്രാദികള് നാദ്രിയന്തെ പഴയതുപോലെ കൃഷീവല വൃദ്ധബലീവർദ്ധം ഇവ വൃദ്ധരായിട്ടുള്ള ആ കാളകളെ പോലെ ഇവരെ അത്രയും വില വെക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏവം സ്വപോഷണേ സമർത്ഥം തൽക്കളത്രാദയോ നാദ്രിയന്തെ കൃഷീവല വൃദ്ധബലീവർദ്ധമിവ. വിലയില്ലാതെ അവരെ കാണും. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത 2 ശ്ലോകങ്ങൾ ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ തത്രാപ്യജാത നിർവേദോ ഭ്രിയമാണ സ്വയംഭൃതൈഃ ജരയോപാത്തവൈരൂപ്യോ മരണാഭിമുഖോ ഗൃഹേ. പറഞ്ഞത് തന്നെ ആസ്തേവമത്യോപന്യസ്തം ഗൃഹപാലൈവാഹരൻ ആമയാ വ്യപദീപ്താഗ്നിർ അല്പാഹാരോൽപചേഷ്ടിതഃ. അപ്പോൾ തത്രാപ്യജാത നിർവേദോ ഭ്രിയമാണഃ സ്വയംഭൃതൈഃ ജരയോപാത്തവൈരൂപ്യോ മരണാഭിമുഖോ ഗൃഹേ ആസ്തേവമത്യോപന്യസ്തം ഗൃഹപാലൈവാഹരൻ ആമയാ വ്യപ്രദീപ്താഗ്നിരൽപാഹാരോൽപചേഷ്ടിതഃ. 14-15 ശ്ലോകങ്ങൾ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ആയിട്ടും ആ വിഷയാസക്തി വിടാതെ വിരൂപനായിട്ട് ആ മരണത്തെ അഭിമുഖീകരിക്കുന്നവനായിട്ട് തന്നാൽ ഭരിക്കപ്പെട്ടുകൊണ്ട് ആ വാർദ്ധക്യത്താൽ അനാദരത്തോടു കൂടിയിട്ട് മുമ്പിൽ ആ കൊണ്ടുവന്നത് എന്താണോ അതിനെയൊക്കെ പട്ടിയെ പോലെ തിന്നുകൊണ്ട് ആ രോഗഗ്രസ്തനായിട്ടും ദഹനശക്തി ഇല്ലാത്തവനായിട്ടും അല്പാഹാരനായിട്ടും അധികമൊന്നും പ്രവൃത്തി ചെയ്യുവാൻ കഴിയാതെയും ആ ഗൃഹത്തിൽ കഴിഞ്ഞുകൂടുന്നു ആ ഗൃഹസ്ഥൻ. അപ്പൊ ഗൃഹസ്ഥന്റെ ആ അവസ്ഥ ഓർത്തു കഴിഞ്ഞാൽ എത്ര കിട്ടിയിട്ടും എത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും അദ്ദേഹത്തിന് ആ ഭൗതിക ആസക്തി അവിടെ അസ്തമിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. തത്രാപി എന്നിട്ടും അജാത നിർവേദ ആ വിഷയാസക്തി
വിടാതെ, അജാത നിർവേദ, വിഷയാസക്തി വിടാതെ, വിഷയങ്ങളിലുള്ള ആസക്തി വിടാതെ, ഉപാത്ത വൈരൂപ്യ, വിരൂപൻ ആയി, മരണാഭിമുഖ, ആ മരണത്തെ അഭിമുഖീകരിക്കുന്നവനായി, സ്വയം ഹൃദൈഹി, ആ തന്നാൽ ഭരിക്കപ്പെട്ടവരാൽ, ഭ്രിയമാണ, ആ ഭരിക്കപ്പെട്ടുകൊണ്ട്, ജരയ, ആ വാർദ്ധക്യത്താൽ, അവമത്യ, ആ അനാദരവ് ഒക്കെ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട്, ഉപന്യസ്തം, മുമ്പിൽ കൊണ്ടുവന്നതിനെ, ഗൃഹപാലഹ ഇവ എന്ന്, ഗൃഹപാലൻ പട്ടിയെ പോലെ, ആഹരൻ, ഭക്ഷിച്ചുകൊണ്ട്, തിന്നുകൊണ്ട്, ആമയാവി, ആ രോഗഗ്രസ്തനായിട്ട്, ആമയാവി, രോഗഗ്രസ്തനായിട്ട്, അപ്രതീപ്താഗ്നിഹി, ആ ദഹനശക്തിയൊക്കെ അവിടെ ഇല്ലാതെ ആയിട്ടുണ്ടാവും, അല്പാഹാര, അല്പാഹാരനായിട്ടുണ്ടാവും, അല്പചേഷ്ടിത, അധികമൊന്നും പ്രവർത്തിക്കാൻ കഴിയാതെയും, ഗൃഹേ, ആ ഗൃഹത്തിൽ, ആസ്തേ, കഴിച്ചുകൂട്ടുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം ഇതിന്റെ പദങ്ങള്. തത്രാപി, എന്നിട്ടും, അജാത നിർവേദ, ആ വിഷയാസക്തി വിടാതെ, ഉപാത്ത വൈരൂപ്യ, ആ വിരൂപനായി, മരണാഭിമുഖ, ആ മരണത്തെ അഭിമുഖീകരിക്കുന്നവനായിട്ട്, സ്വയം ഹൃതൈഹി, തന്നാൽ ഭരിക്കപ്പെട്ടവരാൽ, ഭ്രിയമാണ, ആ ഭരിക്കപ്പെട്ടുകൊണ്ട്, ജരയ, വാർദ്ധക്യത്താൽ, അവമത്യ, അനാദരത്തോടെ, ഉപന്യസ്തം, മുമ്പിൽ കൊണ്ടുവന്നതിനെ, ഗൃഹപാലാഹ ഇവ, പട്ടിയെ പോലെ ആഹരിച്ചിട്ട്, തിന്നുകൊണ്ട്, ആഹരൻ, ആമയാവി, രോഗഗ്രസ്തനായിട്ടും, അപ്രദീപ്താഗ്നി, ദഹനശക്തിയില്ലാത്തവനായിട്ടും, അല്പാഹാര, അല്പാഹാരനായിട്ടും, അല്പചേഷ്ടിത, അധികമൊന്നും പ്രവൃത്തി ചെയ്യുവാൻ കഴിയാതെയും, ഗൃഹേ, ആ ഗൃഹത്തിൽ, ആസ്തേ, കഴിച്ചുകൂട്ടുന്നു. അപ്പൊ ഇതിലത്തെ അന്വയം വന്നിട്ട്, തത്രാപി അജാത നിർവേദ, ഉപാത്തവൈരൂപ്യ, മരണാഭിമുഖ, സ്വയം ഹൃദൈ ഭ്രിയമാണ, ജരയാ, അവമത്യ, ഉപന്യസ്തം, ഗൃഹപാലാഹ ഇവ ആഹരൻ, ആമയാവി, അപ്രദീപ്താഗ്നി, അല്പാഹാര, അല്പചേഷ്ടിത, ഗൃഹേ, ആസ്തേ. ഒന്നുകൂടി പറയാം. തത്രാപി അജാത നിർവേദ, ഉപാത്തവൈരൂപ്യ, മരണാഭിമുഖ, സ്വയംഭൃതൈ ഭ്രിയമാണ, ജരയാ, അവമത്യ, ഉപന്യസ്തം, ഗൃഹപാലഃ ഇവ, ആഹരൻ, ആമയാവി, അപ്രദീപ്താഗ്നി, അല്പാഹാര, അല്പചേഷ്ടിത, ഗൃഹേ, ആസ്തേ. അതായത് എന്നിട്ടും ആ വിഷയാസക്തി വിടാതെ, വിരൂപനായി, മരണത്തെ അഭിമുഖീകരിക്കുന്നവനായി, തന്നാൽ ഭരിക്കപ്പെട്ടവരാൽ ഭരിക്കപ്പെട്ടുകൊണ്ട്, ആ വാർദ്ധക്യത്താൽ അനാദരവിനെ സ്വീകരിച്ചുകൊണ്ട്, മുമ്പിൽ കൊണ്ടുവന്നതിനെ പട്ടിയെപ്പോലെ തിന്നുകൊണ്ട്, രോഗഗ്രസ്തനായി, ദഹനശക്തിയില്ലാത്തവനായി, അല്പാഹാരനായി, അധികം പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവനായിട്ട് ആ ഗൃഹത്തിൽ കഴിച്ചുകൂട്ടുന്നു. അവിടെയും ആ വൈരാഗ്യം പ്രാപിക്കാതെ, താൻ പണ്ട് ആ വളർത്തിയവരാൽ, ആ വളർത്തപ്പെട്ടവനും, ജരാബാധയാൽ വൈരൂപ്യമാർന്ന് ആസന്നമരണനായി നിന്ദാപൂർവം തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിടുന്ന ഭക്ഷണം പട്ടിയെപ്പോലെ സ്വീകരിക്കുന്നവനും, രോഗിയും, ദഹനശക്തിയില്ലാതെ, വേണ്ടത്ര ഭക്ഷണമില്ലാതെ, പ്രവർത്തന ശക്തിയില്ലാതെ വീട്ടിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ച വൈരാഗ്യം വരാതെയും തന്നാൽ ഭരിക്കപ്പെട്ട ആ പുത്രാദികൾ അവജ്ഞയോടുകൂടെ നൽകുന്നതിനെ കൊണ്ട് സ്വദേഹത്തെ ഭരിച്ചും, ജരബാധിച്ചതിനാൽ അംഗവൈരൂപ്യത്തെ പ്രാപിച്ചും, മരണത്തെ പ്രതീക്ഷിച്ചും കൊണ്ട് ആ ഗൃഹത്തിൽ തന്നെ ഇരിക്കും. ആദരിക്കാതെ അടുത്തുകൊണ്ട് വന്നിടുന്ന ആഹാരത്തെ ശ്വാവ് എന്ന മട്ടിൽ ഭക്ഷിക്കും. എപ്പോഴും ഓരോ രോഗവും ഉണ്ടായിരിക്കും. ആഹാരത്തെ ദഹിപ്പിക്കുവാനുള്ള ശക്തി ജഠരാഗ്നിക്കില്ലാത്തവരും ആഹാരം അല്പമായിട്ട് കഴിക്കും. അങ്ങനെ വ്യാപാരവും അല്പമായി വരും. വായുക്ഷോഭം നിമിത്തം. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ പറയാം. അപ്പൊ ഇതില് വ്യാഖ്യാനത്തിൽ പറഞ്ഞത് നമുക്ക് നോക്കാം.
തത്രാപ്യജാത നിർവേദോ, അങ്ങനെ എന്നിട്ടും ആ വിഷയ വൈരാഗ്യം വരാതെ, തത്രാപ്യജാത നിർവേദോ ജര കൊണ്ടും, പ്രാപ്ത വൈരൂപ്യ, ജര കൊണ്ടുണ്ടായിട്ടുള്ള വൈരൂപ്യങ്ങൾ കൊണ്ടും, മരണാഭിമുഖ, മരണത്തിന് അഭിമുഖമായി തീരുന്നു. അങ്ങനെ അപമാനേന, അപമാനം ഒക്കെ വരുന്നു. സമീപേ പ്രക്ഷിപ്തമന്നാദി, തനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ള ആ ഭക്ഷണം, ശ്വേവ, ആ ശ്വാവ എന്ന മട്ടില്, പട്ടി എന്ന മട്ടില്, ഭുഞ്ചാനോ, ഭുജിച്ച്, രോഗിയായിട്ട്, നിരാഹാര, അല്പാഹാരം മാത്രമായിട്ട്, സ്വൽപ്പചേഷ്ടിത, അധികമൊന്നും പ്രവൃത്തി ചെയ്യാൻ പറ്റാതെ, സൻഗൃഹേ ആസ്തയ, ഗൃഹത്തിൽ അങ്ങനെ കഴിയണു. അപ്പൊ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? തത്രാപ്യജാത നിർവേദോ ജരയാ പ്രാപ്ത വൈരൂപ്യോ മരണാഭിമുഖ അപമാനേന സമീപേ പ്രക്ഷിപ്തമന്നാദി ശ്വേവ ഭുഞ്ചാനോ രോഗീ നിരാഹാര സ്വൽപ്പചേഷ്ടിത സൻ ഗൃഹേ ആസ്തേ എന്ന് പറയണം. ഈ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത് നോക്കാം. വായുനോൽക്രമദോത്താരഃ കഫ സംരുദ്ധനാഡികഃ കാസശ്വാസകൃതായാസഃ കണ്ഠേ ഘുരഘുരായത്തെ. വായുനോൽക്രമദോത്താരഃ കഫ സംരുദ്ധനാഡികഃ കാസശ്വാസകൃതായാസഃ കണ്ഠേ ഘുരഘുരായത്തെ. അതായത് ആ വായു ശരിക്കും അങ്ങനെ വിടാൻ പറ്റാത്ത, ശ്വാസം ശരിക്ക് ശ്വസിക്കാൻ പറ്റില്ല എന്നർത്ഥം. വായുനോൽക്രമതോ, അതിൻ്റെ ക്രമമൊക്കെ തെറ്റും. കഫസംരുദ്ധ നാഡികാഹ, ആ കഫം കൊണ്ട് അങ്ങനെ രുദ്ധമാവും ആ കണ്ഠമൊക്കെ, നാഡികളൊക്കെ. കാസശ്വാസകൃതായാസ, അപ്പോൾ ചുമ, ഏങ്ങൽ ഇവയാൽ അങ്ങനെ ക്ലേശിക്കും. ആയാസ കണ്ഠേ ഘുരഘുരാദേഹ, ആ തൊണ്ട വായുക്ഷോഭത്താൽ ഘുർഘുർ എന്ന ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോൾ ഉത്താരഹ എന്ന് പറഞ്ഞാൽ കണ്ണു തുറിച്ചവനാവും. വായുനോൽക്രമതോത്താരഹ എന്ന് പറയുന്നത്, ഉത്താരഹ എന്ന് പറഞ്ഞാൽ കണ്ണു തുറിച്ചവനും. കഫസംരുദ്ധ നാഡിക, കഫം കെട്ടിയ നാഡികളോട് കൂടിയവനായിട്ടും. കാസശ്വാസകൃതായാസ, ചുമ, ഏങ്ങൽ ഇവയാൽ ക്ലേശിച്ചും. ഉൽക്രമതാ വായുന, ആ വായുക്ഷോഭത്താൽ. കണ്ഠേ, ആ തൊണ്ടയ്ക്കുള്ളിൽ നിന്നും ഘുരഘുരായത്തെ, ഘുർഘുർ എന്ന ശബ്ദിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം. ഉത്താരഹ കണ്ണു തുറിച്ചവനായും, കഫ സംരുദ്ധ നാഡികാഹ കഫം കെട്ടിയ നാഡികളോട് കൂടിയവനായും. കാസശ്വാസകൃതായാസ, ചുമ, ഏങ്ങൽ ഇവയാൽ ക്ലേശിച്ചും. ഉൽക്രമതാ വായുന, വായുക്ഷോഭത്താൽ. കണ്ഠേ, ആ തൊണ്ടയ്ക്കുള്ളിൽ നിന്നും ഘുരഘുരായത്തെ, ഘുർഘുർ എന്ന ശബ്ദം പുറപ്പെടുവിച്ചും കൊണ്ട് പിരിക്കും. കണ്ണു തുറിച്ചവനും. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഉത്താരഹ കഫസംരുദ്ധനാഡികഃ കാസശ്വാസകൃതായാസഃ ഉത്ക്രമതാ കണ്ഠേ ഘുരഘുരായത്തെ. എന്നും കൂടി പറയാം. ഉത്താരഹ കഫസംരുദ്ധനാഡികഃ കാസശ്വാസകൃതായാസഃ ഉൽക്രമതാ കണ്ഠേ ഘുരഘുരായത്തെ. അതായത് കണ്ണു തുറിച്ചവനായിട്ടും, കഫം കെട്ടിയ നാഡികളോട് കൂടിയവനായിട്ടും, ചുമ, ഏങ്ങൽ ഇവയാൽ ക്ലേശിച്ചും, വായുക്ഷോഭത്താൽ തൊണ്ടയ്ക്കുള്ളിൽ നിന്നും ഘുർഘുർ എന്ന ശബ്ദിച്ചും ആവണം. ഇത്രയുമായിട്ടും ആ വിരക്തി വരാതെ തന്നാൽ ഭരിക്കപ്പെടേണ്ടവരാൽ ഭരിക്കപ്പെട്ടവനായിട്ട് ജരബാധിച്ച വൈരൂപ്യത്തെ പ്രാപിച്ച് മരണവും കാത്ത് ഗൃഹത്തിൽ കഴിച്ചു കൂട്ടുന്നു. തൻ്റെ സമീപത്ത് അനാദരവോടെ കൊണ്ടുവച്ച് ആഹാര സാധനം പട്ടി എന്ന വണ്ണം ഭക്ഷിക്കുന്നു. രോഗം ബാധിച്ച് വിശപ്പുകെട്ട അല്പം മാത്രം ആഹാരം കഴിക്കുന്നവരും ചേഷ്ടകളെല്ലാം കുറഞ്ഞവരുമായി തീരുന്നു. അങ്ങനെ ആ വായുവിൻ്റെ ഊർധ്വഗതി നിമിത്തം കണ്ണുകൾ തുറിക്കുന്നു. കഫക്കെട്ട് നാഡികളെ ബാധിക്കുന്നു. കാസരോഗം പിടിപെട്ട്, അതായത് ക്ഷയരോഗം പിടിപെട്ട് ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുന്നു. കഫം കഴുത്തിൽ കട്ട പിടിച്ച് ഘുർ എന്ന ശബ്ദം ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത്, പുറത്തേക്ക് പോകുന്ന വായുവിനാൽ കണ്ണുകൾ തുറിച്ച് കഫം കെട്ടിയ നാഡികളോട് കൂടിയവനും ചുമയും വായുക്ഷോഭവും വന്ന് അതിക്ലേശം അനുഭവിക്കുന്നവനും ആയി തൊണ്ടയിൽ കുറുകുറുപ്പോടെ ഞെരുങ്ങുന്നു.
അതാണ് പറഞ്ഞ ആഹാരം അല്പം കഴിക്കും, വ്യാപാരവും അല്പമായി വരും, വായുക്ഷോഭം നിമിത്തം കൺമിഴികൾ നിലച്ചു നിൽക്കും, കഫങ്ങളുടെ ആ വ്യാപ്തി നിമിത്തം ശ്വാസനാഡികളിൽ കൂടി ആ വായു സഞ്ചാരത്തിന് തടസ്സം നേരിടും, ശ്വാസശ്വാസങ്ങൾ നിമിത്തം അസഹ്യമായിരിക്കുന്ന ദുഃഖം ഉണ്ടായി വരും, കഫം കണ്ഠമാർഗത്തിൽ ഘർ ഘർ എന്ന ശബ്ദം ജനിപ്പിച്ചുകൊണ്ട് സംസാരിപ്പാൻ സാധിക്കാത്ത വിധത്തിൽ തടഞ്ഞു നിൽക്കും. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 16ാമത്തെ ശ്ലോകത്തിൽ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.